മഹാഭാരതത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ദ്രോണപർവം. കുരുക്ഷേത്ര യുദ്ധത്തിലെ 11 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലെ സംഭവങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഈ ദിവസങ്ങളിൽ കൗരവപ്പടയുടെ സർവ്വസൈന്യാധിപൻ ദ്രോണാചാര്യനായിരുന്നു. അതിനാൽ ഈ ഭാഗത്തിന് ദ്രോണപർവം എന്ന് പേര് ലഭിച്ചു. ദ്രോണപർവത്തിൽ 170 അധ്യായങ്ങളും 10950 പദ്യങ്ങളുമുണ്ട്. ദ്രോണാചാര്യർ കൗരവപ്പടയുടെ സർവ്വസൈന്യാധിപനായി നിയമിതനാവുന്നതും തുടർന്ന് നടക്കുന്ന യുദ്ധരംഗങ്ങളും ഈ ഭാഗത്ത് വിവരിക്കുന്നു. മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ദ്രോണർ. പാണ്ഡവർക്കും കൗരവർക്കും ആയോധനകലകളിൽ വിദ്യ പകർന്നു നൽകിയത് അദ്ദേഹമാണ്. ഭരദ്വാജ മഹർഷിയുടെ മകനാണ് ദ്രോണർ. കൂടാതെ ദ്രോണത്തിൽ കുടം നിന്നാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് ഐതിഹ്യം. അതിനാൽ ദ്രോണർ എന്ന പേര് ലഭിച്ചുവെന്നും പറയപ്പെടുന്നു. മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഭീഷ്മർ. ശന്തന മഹാരാജാവിന്റെയും ഗംഗാദേവിയുടെയും മകനായി ജനിച്ചു. ദേവവ്രതൻ എന്നായിരുന്നു ആദ്യത്തെ പേര്. പിതാവിനു വേണ്ടി ബ്രഹ്മചര്യം സ്വീകരിച്ചതിനാൽ ഭീഷ്മർ എന്ന പേര് ലഭിച്ചു. പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനാണ് ഭീഷ്മർ. അദ്ദേഹത്തിന് ആഗ്രഹമനുസരിച്ച് മരണം സംഭവിക്കാനുള്ള വരമുണ്ടായിരുന്നു.